തരൂരിനെതിരെ എന്തിനാ രംഗത്ത് വന്നത്? തരൂരിനോടുള്ള ദേഷ്യം വേറെയാണ്, അല്ലാതെ സ്റ്റാർട്ടപ്പുകളെ പറ്റി പറഞ്ഞതിനൊന്നുമല്ല. ശശി തരൂരിനോടുള്ള വിരോധം മറ്റു പല കാരണങ്ങൾക്ക് പേരിലാണ്. അതുകൊണ്ടാണ് തരൂരിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലാതെ തരൂര് പറയുന്നത് തന്നെയാണ് UDF-ലെ എല്ലാ നേതാക്കളും പറയുന്നത്. കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം മോദി സർക്കാരാണെന്നുള്ള ഫലപ്രദമായ വ്യാജ പ്രചരണം LDF നടത്തുന്നത് എന്തിനാണ് സതീശ നിങ്ങൾ ആവർത്തിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ സാമ്പത്തിക സഹായത്തിൻ്റെ കണക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ തുറന്നു പറയാത്തത്? ഒരു വർഷം 4000 കോടി 3500 കോടിയോളം റെയിൽവേ വരുമാനത്തിന് വേണ്ടി റെയിൽവേക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. 340 കോടി രൂപ ഏവറേജ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 3400 കോടി കേരളത്തിന് കിട്ടുന്നു. VD സതീശനും സുധാകരനും മിണ്ടുന്നേയില്ല. 65,000 കോടി രൂപയുടെ ദേശീയപാത വികസനം പുരോഗമിക്കുന്നു കേരളത്തിൽ. ഒരക്ഷരം VD സതീശനോ സുധാകരനോ പറയുന്നില്ല. പണം കിട്ടിയിട്ടും വികസന പ്രതിസന്ധി ഉണ്ടാവുന്നു കേരളത്തിൽ. അത് ചൂണ്ടിക്കാണിക്കല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ നിങ്ങൾ എന്ത് തേങ്ങയാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് പ്രചരിപ്പിക്കാൻ പോകുന്നത്? VD സതീശനും സുധാകരനും ഈ ആന മണ്ടത്തരം ചെയ്യുന്നത് ആർക്കാണ് പ്രയോജനം കിട്ടുന്നത്? നിങ്ങൾ എന്ത് പ്രചാരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെതിരെ നടത്താൻ പോകുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ ഭരണ തകർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കും? നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രചരണം ഫലപ്രദമായി നടത്താൻ കഴിയും? പിണറായി വിജയൻ പറയുന്ന കള്ളപ്രചരണത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയല്ലേ? സുധാകരൻ പറയുക ഞങ്ങൾ യോജിച്ച സമരത്തിന് തയ്യാർ. എന്തിന്? കേന്ദ്രവിരുദ്ധ സമരത്തിനോ? എന്താ ഇവിടെ അരി കിട്ടാത്തതുണ്ടോ? ഇവിടെ സാമ്പത്തിക സഹായം കിട്ടാത്തതുണ്ടോ? ഇവിടെ അവഗണനയുണ്ടോ? കേന്ദ്രം നൽകുന്ന വികസന പദ്ധതികളല്ലാതെ കേരള ബജറ്റിൽ ഏതെങ്കിലും ഒരു വികസന കാര്യം സംസ്ഥാന ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രതിപക്ഷമാണോ അല്ല ഭരണകക്ഷിയുടെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾ പറയേണ്ടത് എന്താണ്? കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ വിസ്ഫോടനം, വ്യാവസായിക പ്രതിസന്ധി, നിങ്ങളിത് പറയണ്ടേ? ഇത് പറയാതെ പിണറായി വിജയൻ ഇട്ടുകൊടുക്കുന്ന വാദമുഖങ്ങൾ അതേപടി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് പ്രതിപക്ഷ ധർമ്മമല്ല മിസ്റ്റർ VD സതീശൻ. അതുകൊണ്ട് ഇവിടെ IND സഖ്യം, ഇവിടെ ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന കേരളം ഇന്ത്യ സഖ്യത്തിനെതിരായി NDA നടത്തുന്ന പ്രചാരണത്തിൻ്റെ പേരിലായിരിക്കും. ഇനി ഉണ്ടാവുന്ന ധ്രുവീകരണം അങ്ങനെയാണ്. ഇപ്പം മൂഡ് ഓഫ് ദി നേഷൻ ഒരു ഏജൻസി നടത്തിയ സർവേ നിങ്ങൾ കണ്ടല്ലേ? നിങ്ങൾ ദില്ലിയിലെ പോലെ കോൺഗ്രസ്, ബംഗാളിലെ പോലെ കോൺഗ്രസ് നശിച്ച് നാരായണക്കല്ല് പിടിക്കും, നാമാവശേഷമാവും. കാരണം ഈ മാതിരി മന്ദബുദ്ധികളായിട്ടുള്ള നേതാക്കന്മാരാണ് UDF-നെ നയിക്കുന്നത്. പിണറായി വിജയൻ്റെ പ്രചാരണം ഏറ്റുപിടിച്ച് കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം മോദി സർക്കാരാണ് എന്ന് നിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണം നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് പ്രതിപക്ഷം പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്. ഇപ്പോൾ വഖഫിൻ്റെ വിഷയം വന്നു. എന്താണ് ഇതിൽ? ആരാണ് കുറ്റക്കാർ? വഖഫ് ബോർഡിൻ്റെ പ്രശ്നം, മുനമ്പത്തെ പ്രശ്നം വന്നു. ആരാ കുറ്റക്കാർ? LDF സർക്കാരാണ് കുറ്റക്കാർ. നിങ്ങൾ എന്താ ചെയ്തത്? LDF സർക്കാരിൻ്റെ ആ തെറ്റിനെ തിരുത്തുന്നതിന് പകരം നിങ്ങളെ MP-മാരും എല്ലാവരും ഞങ്ങളും വഖഫിൻ്റെ കൂടെയാണ്. പിന്നെ എന്തിനാണ് ഇവിടെ 2 മുന്നണി? ഏത് വിഷയം വന്നാലും ജനപക്ഷത്ത് നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങൾ സർക്കാരിന് പരോക്ഷമായും പ്രത്യക്ഷമായും സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് UDF-ൻ്റെ സർവനാശത്തിന്. നിങ്ങൾ ലോക്സഭയിൽ 19 സീറ്റ് ജയിച്ചു, അതുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയാവാമെന്ന് വിചാരിച്ച് 6 പേര് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രചാരവേലയുമായിട്ട് പോയാൽ നിങ്ങളെ ജനം വിശ്വസിക്കുമോ? കേരളത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് നിങ്ങൾ ശരിയായിട്ട് ജനങ്ങളോട് പറയണ്ടേ? LDF സർക്കാരിൻ്റെ പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ? അവിടെയെല്ലാം നിങ്ങൾ മോദികാരനാണ്. ഇതും പറഞ്ഞിട്ടാണ് നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നിങ്ങൾ 6 മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥി വന്നാലും നിങ്ങൾ നിലം തൊടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ സ്വയംകൃത അനർത്ഥമാണ് ഉണ്ടാക്കുന്നത്. പ്രതിപക്ഷ ധർമ്മം നിങ്ങൾ മറന്നു. നിങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ച് എല്ലാ കാര്യത്തിലും BJP-യെ, ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJP-യെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം.
പ്രതിപക്ഷം ആരുടെ പ്രതിപക്ഷമാണ്? ഈ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷമാണ് നിങ്ങൾ. ആ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന് അതിൻ്റെ റോളാണ് നിർവഹിക്കേണ്ടത്, ആ ധർമ്മമാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഇന്ത്യ സഖ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും നിങ്ങൾ നൽകുന്നില്ല. LDFിൻ്റെ ദുർഭരണം, അക്രമം, അരാജകത്വം, ഇതിനെ യാതൊരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മുന്നണിയായിട്ട് UDF വരില്ല. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം VD സതീശനും സുധാകരനും ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.